ജാമ്പവതിയുടെയും വിവാഹമാണ് അടുത്തത് വായിക്കുന്നത്. അഷ്ടപത്നി മിത്രാവിന്ദ കാളിന്തി അഷ്ടമി ദേവിയിൽ വന്നിട്ടുണ്ട്. മിത്രാവിന്ദ ഭദ്ര അങ്ങനെ അഷ്ടപത്നിമാരെ വിവാഹം കഴിക്കുന്നു ഭഗവാൻ. പിന്നെ അതിനുശേഷം 16,000 അങ്ങനെയല്ല. നമുക്ക് നിങ്ങളുടെ കൃഷ്ണൻ എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ കൃഷ്ണൻ 16,008 ഭാര്യമാരല്ലേ, എന്താ അങ്ങനെ ഒരാളെ ആരാധിക്കണം? അങ്ങനെയല്ല. നരകാസുരന്റെ കൊട്ടാരത്തില് അദ്ദേഹത്തിന്റെ ആ തിന്മകളും ആയിട്ട് അവരുടെ ഭർത്താക്കന്മാരെ അവരെ സ്വീകരിക്കാത്തതുകൊണ്ട് ഭഗവാൻ ആ 16,000 ദൗത്യം ഏറ്റെടുത്തു എന്നാണ് ഓരോരുത്തരുടെയും. അല്ലാതെ നമ്മൾ വിചാരിക്കും പോലെ എന്നല്ല. അപ്പൊ നമ്മൾ ആര് ചോദിച്ചാലും അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ആ ദൗത്യങ്ങൾ ഏറ്റെടുത്തു. കാരണം അവരെ തിരിച്ച് കുടുംബത്തിൽ കേട്ടാത്തത് കൊണ്ട് അവരുടെ ആ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. ശരിക്കും രുക്മിണി സത്യഭാമയുടെ വിവാഹം, അഷ്ടപത്നി വിവാഹമുണ്ട്. അമ്മാവോടൊപ്പം നമ്മൾ വായിക്കുന്ന 60 വന്നിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ദശമത്തിലെ 60 കർഹിച്ചിത് അധ്യായം പറയും. അത് നമ്മുടെ വീട്ടില് ദമ്പതിമാര് കലഹമില്ലാതിരിക്കാൻ, എന്നാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എല്ലാ വീടുകളിലും. കൂടുതൽ എന്തെങ്കിലും വിഷമങ്ങൾ, എന്തെങ്കിലും നമുക്ക് ദശാസന്ധികൾ, ഓരോ ദോഷങ്ങളൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയും നമുക്ക് ആ കലഹം തീരില്ലെങ്കിൽ ഈ അധ്യായം ആചാര്യന്മാർ പറഞ്ഞു തന്നാണ്. 60ാമത്തെ അധ്യായം ദിവസം വായിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടില് കുടുംബ കലഹം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വായ കൂടി നന്നായിരിക്കണം. ഭഗവാനെ മാത്രം പറയാൻ പാടില്ല. ഇത് വായിച്ചിട്ടില്ല എനിക്ക് എന്തും പറയാം, അങ്ങനെയല്ല. എൻ്റെ കൂടെ വായിക്കാൻ വരുന്ന മുമ്പ് ആ സ്ത്രീ മൗനവ്രതം എടുക്കും. ഒരു ബ്രാഹ്മൺ സ്ത്രീ, ആ പേര് പറയില്ല, ഒരു മൗനവ്രതം എടുക്കുമായിരുന്നു. അവരെ കുറ്റം പറയില്ല കേട്ടോ, മാമിയാണ്. പക്ഷെ അങ്ങനെ ആവരുത് പറഞ്ഞാണ്. അവര് മൗനവ്രതം എടുത്തിട്ട് എന്ത് ചെയ്യുക, അന്നൊന്നും മിണ്ടില്ല, എല്ലാം എഴുതി കാണിക്കും. ഞങ്ങളോടും ഒക്കെ എഴുതി കാണിക്കും, ഭർത്താവിൻ്റെ അടുത്തും എഴുതി കാണിക്കും. പിറ്റേ ദിവസം എന്ത് ചെയ്യും, നമുക്ക് മൗനവ്രതം എടുത്താണ്ടല്ലോ നല്ല എനർജി വരും. പക്ഷെ അതെന്തെങ്കിലും ചെയ്യണ്ടേ, നല്ല ശക്തി. പിറ്റേ ദിവസം അതിന് ഡബിളായിട്ട് ഭർത്താവിനോട് വഴക്ക് കൂടും. അത് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, വഴക്ക് കൂടാതിരിക്കാനാണ് മൗനവ്രതം. അപ്പൊ നീ എന്നും മൗനവ്രതം എടുക്കാമെന്നാണ് അദ്ദേഹം പറയുക. കാരണം ഒരു ദിവസം സമാധാനമായി ഇരിക്കാമല്ലോ. അങ്ങനെയല്ല, നമ്മൾ എന്തും ആചരിക്കുമ്പോൾ ആർക്കും ദോഷമില്ലാത്ത, മറ്റുള്ളവരെ നമ്മളൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ ശീലിക്കണം. ഇല്ല, പ്രാക്ടീസിലൂടെ ചെയ്യാൻ പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ല. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്, മാറി 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 വന്നതാണ്. അതുകൊണ്ട് ദേഷ്യമൊക്കെ പരമാവധി ഇതിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ദേഷ്യം കുറയ്ക്കാം. ദേവി മഹാത്മ്യത്തിൽ പറയാം, ആ ദേവി സർവഭൂതേഷു മാതൃരൂപേണ. എങ്ങനെയാണ് മാതൃരൂപ ആവുക? ക്ഷമ വേണം, സഹനശക്തി വേണം, അല്ലേ? ആരെന്ത് പറഞ്ഞാലും ക്ഷമ എന്നുള്ളൊരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജയിക്കാം. പക്ഷെ ക്ഷമ വേണമെങ്കിൽ ഒരുപാടുണ്ട്. ഭക്ഷണത്തിൽ ഒരുപാട് കൺട്രോൾ വേണം. നോണൊന്നും അധികം കഴിക്കാതെ, അധികം എരിവും പുളിയൊന്നും കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ട്രെയിൻ ചെയ്ത് നോക്കും. വെറുതെ പറയല്ല കേട്ടോ, ഞങ്ങൾ ആചരിക്കുകയാണ്. ഞാനൊക്കെ നോൺ നിർത്തിയിട്ട് 30 വർഷം. ഇതുകൊണ്ടാണ് ഇത് രുദ്രാക്ഷം ഇട്ടാൽ അതിനനുസരിച്ച് പാലിക്കണം. അഴിച്ചു വെച്ചിട്ട് നോൺ കഴിക്കുക, അതൊന്നും പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇടാതിരിക്കുക, ഇട്ടിട്ട് തെറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുന്ന 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുണ്ട്, അത്രയും. അപ്പൊ അതുകൊണ്ട് പരമാവധി നമുക്ക് ഇത്രയൊക്കെ ക്ഷേത്രങ്ങളുടെ പരിസരത്തല്ലേ നിങ്ങൾ ഇരിക്കണം. അപ്പൊ ഇതുവരെയൊക്കെ നമ്മൾ കഴിച്ചില്ലേ, ഒരു ജീവനെ കൊല്ലുമ്പോ എന്തായാലും അതിനൊരു പടച്ചിലുണ്ടാവും. ആ ശാപം നമുക്ക് കിട്ടുന്ന പറയാം ഭക്ഷണത്തിലൂടെ. കുട്ടികൾക്കൊന്നും തീരെ കൊള്ളാൻ പാടില്ല. എന്താ പറയുക, അതാണ് അവർക്ക് ഇത്ര എനർജി നെഗറ്റീവായിട്ട് പോകും. അതുകൊണ്ട് ഭക്ഷണം നമുക്ക് ഈ ക്ഷമയ്ക്ക് ഒരു വലിയ ഘടകമാണ്. മുട്ട പോലും കഴിക്കരുത് എന്നാണ് പറയുക. അല്ലാണ്ട് നമുക്കിപ്പോൾ ബ്രാഹ്മിൻസ് ഒക്കെ മുട്ട കഴിച്ചിട്ടാണോ? ചെറുപയർ, കടല, നെയ്യ്, എന്തെല്ലാം സാധനങ്ങളുണ്ട്, പനീരുണ്ട് നമുക്ക് കഴിക്കാൻ. ഫുൾ പാലിൻ്റെ പ്രോഡക്റ്റ് അല്ലേ അത്. അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കുക കുട്ടികൾക്ക്. കൂര് കഴിക്കാം. എന്തിനപ്പോൾ നമ്മളൊരു ജീവിയെ കൊന്നിട്ട് അതും ഒരു പാപം തന്നെയാണ്. കാരണം നരകവർണ്ണന വരുന്നതില് പഞ്ചമസ്കന്ധത്തില് ഇനി നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. പഞ്ചമസ്കന്ധത്തിൽ നരകവർണ്ണന കോഴിയൊക്കെ തിന്നവർക്കുള്ള പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമ്മള് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മൗനവ്രതം ഞാൻ പറഞ്ഞു വന്നത് ക്ഷമയാണ്. അപ്പൊ ആ ദേവി സർവഭൂതേഷു ക്ഷമാരൂപേണ സംസ്ഥിത ദയാരൂപേണ സംസ്ഥിത. നമ്മൾ ചെയ്യാ പോലെ നമ്മൾ ആചരിക്കണമല്ലോ. നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളെ കണ്ടിട്ട് വേണം. ഇപ്പൊ നമ്മളിവിടെ വായിച്ചപ്പോ അവര് വന്ന് പറഞ്ഞു ഞങ്ങൾക്കും കൂടി പഠിക്കണം എന്നുണ്ട്. അതാണ് പ്രചോദനം. ഞങ്ങൾക്കും ഇങ്ങനെ തന്നെയായിരുന്നു പ്രചോദനം. മറ്റുള്ളവർ വായിക്കുമ്പോൾ ഞങ്ങൾക്കും അത് പഠിക്കണം എന്ന് തന്നെയാണ്. അപ്പൊ എന്താണ്, നല്ലതിൻ്റെ കൂടെ കൂടുക സത്സംഗം. അപ്പൊ ഇനി വരുമ്പോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോ ഇനി 56 അഷ്ടപത്നി വിവാഹമാണ് വായിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക. 56 കേട്ടോ, 56.
संदेह उत्तरादे समन्वय
58. ഓം നമോ ഭഗവതേ വാസുദേവായ. പഞ്ചാശതമോധ്യായഃ. अष्टपञ्चाशत्तमोऽध्यायः शिशुवाचम् एकदा पाण्डवान् द्रष्टुं प्रतीकान् पुरुषोत्तमाय इन्द्रप्रस्थं तदा श्रीमान् विधानादिवर्तता दृष्ट्वा समागतं पार्थ मुकुन्दम् अखिलेश्वरम् उत्तरतुलिकपत्नीरा प्राणामुख्यमुखागतम् अधिस्वज्य अच्युतं वीरम् अङ्गसङ्गहदैतसा सा अनुरागस्मितं वक्त्रं वीक्षतस्य मुदं येयो युधिष्ठिरस्य भीमस्य कृत्वा पादाभिवन्दनं पाल्गुनं परिरभ्याता यमाभ्यां चाभिवन्दिता नयमासनासीनं कृष्णाकृष्णमलिखिता अपोडाभीडिता कच्चिशनेध्याभ्यवन्दता तदेव सात्यकी पार्थे पूजितच्चाभिवन्दिता यशसादासने नीचा मुदिता प्रतिभासता तां समागत्य कृताभिवादना अजातिका आर्द्रदिशाभिरम्भिता अपृष्टवान् काङ्कुशलं सहस्रुषा विदत्वसारम् अधिपृष्टवान् तव मार्गप्रेमवैक्लव्य उत्तरुत्थखण्डासुरोजना मरन्देतां बहु क्लेशापायात्मदर्शनम् तदैव कुशलं लोको सन्नातास्ते कृता वयं ज्ञातिः स्मरता कृष्ण राधा मे प्रेषितस्त्वया नतेऽस्ति स्वपरभ्रान्ति विश्वस्य सुकृतात्मना तथापि स्मरता सत्त्व क्लेशं कंसे स्थिता विदिष्टिरुवाचा यज्ञाचरितं श्रेयो न वेदाकमरीश्वर योगेश्वराणां दुर्दर्शो खिन्नो दृष्टभूमेदसां विधिवैपाक्षिकां भासान् राज्ञासो व्यक्तितत्कृतं यनियन्नयानन्दम् इन्द्रप्रस्थौगतां विभो एकतारतमादित्य विजयोवानरध्वजं गाण्डीवं दर्गाधाय नौजा अक्षयसायकौ सागरकृष्णेन सन्नद्धो विकर्तुं विपिनं बहुभ्यामृगावेदनं राविशत्करवीरः तत्राविद्यशने राघान् सूकरामविचाण्डुलो हरिनाशच्छन्दकान् कालिन्यो किङ्कराजाज्ञे मेत्यान् भगवन्विवादते कृत्परीतपरिश्रान्तो बीभत्सूर्ययमुनागमात् अक्रोपस्पृशविशतं कीत्वा भारिमहारथो कृष्णो ददृशतो कन्यां तरन्तीं सारदर्शनं कामासादिवरोरागां सुप्तिजां सुतिरननां तत्रच्चप्रेति च संज्ञा अर्जुनक्रमोत्तमां कर्तुं तस्याति सुप्रोणि कुतोऽसिक्तुं चिकीर्षति मन्ये त्वां परिनिच्छति सर्वं गदेशोपने कार्यं विवाचाम् अहं देवस्य सवितो दुहितापतिनिच्छति विष्णुं वरेण्यं भरतं परममास्तिता नान्यं परिगृणे वीरा तं हृदे श्रीनिकेतनं तुच्यतां मे स भगवान् मुकुन्दो नादसंप्रया कालिन्दीति समाख्यादावसानि यमुनाजले निर्मिते भवने वृत्रायां अच्युतदर्शनं तथा भक्तिमुदागेशो वसुदेवाय शोभितां रथमारोप्यता विद्वान् धर्मराजमुपागमत् तथैव कृष्णसन्दिष्टा वार्तानां परमाद्भुतं कारयामास नगरं विचित्रं विश्वकर्मणा भगवान् तत्र निवसन् स्वानां प्रियचिकीर्षया अग्नये गाण्डवं दातुं अर्जुनस्य ससारथि स्वाग्निपुष्टो धनुर्यथा हयान् श्वेतान्ततं कृपा अर्जुनाया चयो पूर्णौ कर्मचाप्ये जलस्त्रिभिः अयच्छमोदितो वन्ये सभां सख्युपाकर यस्मिन् दुर्योधनस्यासि जलस्थलदृशी भ्रमा तदेन समनुज्ञाता सुविच्छानुमोदिता आययो द्वारकां भूया सत्ये प्रमुखे कृता अथोपये मे कायन्नि सुपुण्यतु वृक्षबुद्धिरे इदन्यं परमानन्दं स्वान्या परममङ्गलं वृन्दावन्त्यो दुर्योधनमचानुगो स्वयंवरे स्वभगिनी कृष्णे सत्काम्य चेततां राजादिदेव्या तनया मित्रवृन्दावतिर्सुतो सत्यकृतवान् विष्णो राजन्याज्ञापदच्छतां रत्नतिन्नाम कौसल्या आसीत् राजाभिरामिका तस्य सत्याभवत्कन्या देवी ज्ञापयति नतां चेगुर्मृभा भोजम् अधित्वा सप्तगो वृषान् तीर्थशृङ्गां सुदुर्दर्शां वीरगन्धासरां कलां धृत्वा वृद्धिल्लभ्यं भगवान् साकुतां पदि जगामकौसल्यवरं सैन्येन महदाभृता कौसलपतिप्रीता प्रत्युध्यानासनादिभिः अर्कणेनाभिगुणा प्रीतिं प्रतिनन्दिता तन्विलोक्याभिमतं समागतं नेत्रकन्या सकमेकमापति पुनर्यातयं मे पतिराशितं मला अरोधु सत्यायति मे धृतो धृते काकदङ्गरदशिरसाभिपत्ति श्रीराक्षसगिरिशसकलोकपाले लीलातनु सौन्दसे
തസ്സ ഭഗവാൻ നാരായണ തുച്ഛേ അച്യുതം പുനരിത്യാഗ നാരായണ കൽപ്പതേ ആത്മാനന്ദേന പൂർണ്ണസ്യ കൈവാണിമത്വക ശിശുരാജ ഭഗവാൻ ദശാകദാസന പരിഗ്രഹ ഏകഗംഭീരയ വാച സ്വസ്മിതം ഗുരുനന്ദന ഭഗവാൻ വാച നരേന്ദ്രയാത്മാകർഷിത രാജന്യബന്ധോദ്ധിതമവർത്തിന തഥാപിയാചേ തപസൗപദേശയ അജ്ഞാം ത്വദീയാം അഭിശുദ്ധതാവയം തഥോ വാച ഓന്യസ്യാപ്യധികോ നാദ കന്യാവരികീർത്തിത വിനയകനാമോര്യസ്യാഗ്രേ ശ്രീവ സത്യനവാഹിനേ കിം ത്വസ്മാഭികൃതപൂർവം സമയസാപുദർശക പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീക്ഷയ സപ്തൈരേ ഗോപിഷാവീര ദുർഗാന്താതുരഗ്രഹ ഏതേ ഭക്മാസു ഭഗവോ ഇന്നഹാസാന്തുരാത്മജാം യതിമേ നിഗൃഹീതാസു ത്വയൈവ യദുനന്ദന അരോപവനവിമതോ ദുർമേസയ പദേയം സമയമാഗമ്യ ഗത്വാ പരികരം ഭഗവോ ആത്മാനസത്വതാ കൃത്വ നഗ്നസ്നാനീരയേന്ദ്രതാൻ ഗത്വാ കാന്താമഭിക്ഷൗരി ഭക്ഷ്ണദത്വാ അൻകദോജസ മൃഗച്ചല്ലീജയാ ദത്താൻ ആലോകാരുമയാം യതാം തതസ്ത്രീവസുതാം രാജാ തതോ കൃഷ്ണായ വിസ്മിത സംപ്രത്യ കൃഷ്ണാ ഭഗവാൻ ദേവസ്വദൃശി പ്രഭോ രാജപത്നിത്വഹിതോ കൃഷ്ണൻ ലബ്ധ്വാ പ്രിയം പ്രതി ദേവിനെ പരമാനന്ദം രാജച്ച പരമോത്സവ ചണ്ഡവേര്യാനരമേതു ഗീതവാതിർവിശാസിഷ നരാനാരസമുദികാസുഖദാനന്ദത ദശതേന സഹസ്രാണി പാരിവർത്തമദാ വിഭു യുവതീനാം പ്രസാദത്തമിഷ്ടയ ഇഷ്ടഗ്രീവസുവാസസ നവനാഗസഹസ്രാണി നാഗാശതഗുണാനരാൻ യഥാ ശതഗുണാനശ്വൻ അശ്വശതഗുണാനരാൻ ദമ്പതീരമാരോഗ്യ മഹത്യാസേന യാവൃതോ മേഘപ്രക്ലീന ഹൃദയോ അഭയാമാസഘോഷന ഉദൈതദ്രുതോ രുരുദുർദൂത ഋതുദുർഭൂതോ നയം ദമ്പതികന്യക കർണവീര്യാസു ദുർമർശ ഋതുപ്രികോ വൃഷൈകുല താനച്ച ദശഭ്രാതാൻ ബന്ധോ പ്രിയകൃതധ്വിന കാന്തീവീകാലയാമാസ ശുൽക്കക്ഷുദ്രമൃഗാനിക ആരിവർഗമുഹാഗ്രഹ്യ ദ്വാരകാമേതി സത്യ ഹേമേ യദൂനാം വൃഷഭോ ഭഗവന്തേ കലീസുത സുതകീർത്തെ സുതാം ഭദ്രാം ഉപയേമേ പുതൃക്ഷുസു കൈകേയീം ഭ്രാതൃവൃദ്ധത്താം കൃഷ്ണസന്ദർശനാദിവി സുതാം ധർമ്മത്രാധിപതേ ലക്ഷ്മണാം രക്തനൈഭുതാം സ്വയംവരേ ജഹാരേക സുവർണസുതാമിവ അന്യാചൈവം പിതാ ഭാര്യ കൃഷ്ണസ്യാതം സഹസ്രശ ഭൗമം കത്വാതം നിരോധ ആകൃതാചാരദർശനം ഓം തത്സദിതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ അഷ്ടമഹിഷുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോധ്യായഃ തത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.